ചിൽച്ചിൽ മീഡിയയുടെ ഇന്നത്തെ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. നയനയോട് ദേവയാനിക്ക് ഇപ്പൊ പിണക്കങ്ങളൊന്നുമില്ല. അങ്ങനെ നയന ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മയ്ക്കന്ന് മാല ഞാനാ എടുത്തെന്നുള്ള സംശയം ഉണ്ടായിരുന്നില്ലേ അമ്മേ? ഞാനല്ല മാല എടുത്തത്. അന്നും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പല കാര്യങ്ങളും പറഞ്ഞ് നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ഭാഗത്ത് കിടന്നപ്പോഴാ എനിക്ക് ആരൊക്കെയാ ഉള്ളത്, എന്നെ പരിചരിക്കാൻ ആരൊക്കെയാ, എന്നെ സ്നേഹിക്കുന്നവരാരൊക്കെയാ എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. മോളുടെ നന്മ ആദർശം മുത്തശ്ശനും എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും അവരെയൊക്കെ ഞാൻ അവഗണിക്കുക ചെയ്തത്. ഇപ്പോഴാ എനിക്ക് നിന്റെ നന്മ മനസ്സിലായത്. അമ്മേ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ അമ്മ കുറച്ച് സ്വർണം കൊടുത്തിരുന്നല്ലോ അനാമികയ്ക്ക്. ആ സ്വർണം അനാമികയുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താ അങ്ങനെ തോന്നാൻ? അത് പിന്നെ എനിക്കൊരു സംശയം, അവൾ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്ന്. അമ്മ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നിന്റെ സംശയമാണെങ്കിൽ ഞാൻ അവളെടുത്ത് ചോദിക്കാം. അയ്യോ അമ്മേ, നേരിട്ട് ചോദിക്കണ്ട. അപ്പം അവൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടാണെന്ന്. അമ്മ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും രീതിയിൽ അവളെടുത്ത് ആ സ്വർണം ചോദിക്ക്. അപ്പോ മനസ്സിലാക്കാലോ കയ്യിൽ സ്വർണ്ണം ഉണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നയന പറഞ്ഞത് ദേവയാനിക്ക് ശരിയാണെന്ന് തോന്നുകയാണ്. എന്തായാലും അനാമികയോട് കാര്യങ്ങളെല്ലാം ചോദിക്കാം. അങ്ങനെ ദേവയാനി അനാമികയെ വിളിക്കുന്നുണ്ട്. അനാമികയെ, നീ ഒന്നിങ്ങ് വന്നേ. എന്റെ ആഭരണങ്ങളെല്ലാം പോളിഷ് ചെയ്യാനായിട്ട് ആള് വന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് കുറച്ച് ആഭരണങ്ങൾ തന്നിട്ടുണ്ടല്ലോ, അതെല്ലാം ഇങ്ങ് എടുത്തിട്ട് വാ, അതൊന്ന് പോളിഷ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അനാമിക ഞെട്ടുന്നുണ്ട്. അയ്യോ വല്യമ്മ ഇപ്പൊ എന്തിനാ എന്നോട് ആഭരണങ്ങളൊക്കെ ചോദിക്കുന്നേ? അയ്യോ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ സത്യങ്ങളെല്ലാം വല്യമ്മ അറിഞ്ഞു കാണാം. അനാമികയെ, ഞാൻ നിന്റെ അടുത്താ ചോദിച്ചത്, ആഭരണങ്ങളെല്ലാം എടുത്തിട്ട് വാ. അത് പിന്നെ വല്യമ്മേ, അത് വേണ്ട, അത് പഴയ ആഭരണങ്ങളല്ലേ, അതൊന്ന് പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിനക്ക് പുറത്തൊക്കെ പോകുമ്പോ ഇടാലോ. അത് വല്യമ്മേ, എനിക്ക് ആ പഴമയിൽ നിൽക്കുന്ന ആഭരണങ്ങളാ കൂടുതൽ ഇഷ്ടം, അതൊന്നും ചെയ്യണ്ട. എന്താ ഏട്ടത്തി, എന്താ കാര്യമെന്നും ചോദിച്ച് ജാനകി വരുന്നുണ്ട്. അനാമികയ്ക്ക് ഞാൻ കുറച്ച് സ്വർണം കൊടുത്തിരുന്നില്ലേ, ആ സ്വർണം തിരികെ ചോദിക്കുകയായിരുന്നു. ഏട്ടത്തി എന്തിനാത്തിപ്പോ തിരികെ ചോദിക്കുന്നേ? അത് അവൾക്കായിട്ട് ഏട്ടത്തി കൊടുത്തതല്ലേ. അത് ജാനകി, ആഭരണങ്ങൾ പോളിഷ് ചെയ്യാൻ ഞാൻ ആളെ വിളിച്ചിരുന്നു. ഏതായാലും അനാമിക മോളുടെ കയ്യിലും കുറച്ച് ആഭരണങ്ങൾ ഉണ്ടല്ലോ, അത് പോളിഷ് ചെയ്താ അനാമികയ്ക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോ ഇടാലോ. ഇത് കേൾക്കുമ്പോ ജാനകി പറയുന്നുണ്ട്, ശരിയല്ല അനാമികയെ, നീ ആഭരണങ്ങളെല്ലാം ഏട്ടത്തിക്ക് എടുത്ത് കൊടുക്ക്. അമ്മേ, അത് പിന്നെ അത് മുത്തശ്ശിയുടെ കാലത്തെ ആഭരണങ്ങളല്ലേ, ആ പഴമയിൽ നിൽക്കുന്നതാ എനിക്കിഷ്ടം, അതുകൊണ്ടാ, അതൊന്നും ചെയ്യണ്ട. അങ്ങനെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഹോ ഇവള് പഠിച്ച കളിയാ. നയന പറഞ്ഞ പോലെ ഇവളുടെ കയ്യില് സ്വർണ്ണൊന്നുമില്ല, അക്കാര്യം ഉറപ്പാ. ഇതുപോലെ കള്ളം ചെയ്ത് അധിക കാലൊന്നും ഈ അനന്തപുരിയില് നീ വാഴില്ല എന്ന് ദേവയാനി ചിന്തിക്കാണ്. ഓരോ തവണയും ഓരോ ആവശ്യം പറഞ്ഞ് അനാമികയെ വേണുവും രേവതിയും മാറി മാറി വിളിക്കും. അതുപോലെ തന്നെ ഇത്തവണ വിളിക്കുന്നത് രേവതിയാണ്. രേവതി അങ്ങനെ അനാമികയോട് പറയുന്നുണ്ട്, മോളെ അനാമികയെ, അമ്മ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചതാ. നിന്റെ ഒരു സഹായം അമ്മയ്ക്കും അച്ഛനും ഇപ്പൊ അത്യാവശ്യ. എന്താ അമ്മേ, ഇനിയും പൈസയുടെ ആവശ്യത്തിനാണോ? പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാ ഞാൻ എവിടുന്ന് എടുത്തു തരാനാ? ഇവിടുത്തെ കാര്യങ്ങള് അമ്മയ്ക്കും അച്ഛനും നന്നായിട്ട് അറിയുന്നതല്ലേ. ഇപ്പോ എന്നെ സ്നേഹിച്ചിരുന്ന വല്യമ്മയ്ക്ക് പോലും എന്നെ എന്തോ ഒരു സംശയമുണ്ട്. ഞാനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ അമ്മയുടെ വിളി. ദേവിയാനിക്കെന്താ നിന്നെ സംശയം? നിന്നെ വലിയ കാര്യല്ലേ ആയിരുന്നു. എന്നാ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം കൂടുതൽ പരിചരിച്ചത് ആ നയനയല്ലേ. ഞാൻ പിന്നെ എടുത്തോട്ടൊന്നും പോയില്ല, അതും ശരിയാണ്. ഇപ്പോ നയനയുമായിട്ടാ കൂടുതൽ സഹവാസം. അതുകൊണ്ട് തന്നെ അവൾ എന്തൊക്കെയോ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടമ്മേ. അതുകൊണ്ടാ ഇന്ന് എന്റെ അടുത്ത് പോളിഷ് ചെയ്യാനാണെന്നും പറഞ്ഞ് വല്യമ്മ എനിക്ക് തന്ന സ്വർണം തിരികെ ചോദിച്ചത്. ആ സമയത്ത് ഞാൻ പേടിച്ച പേടിയേ. പിന്നെ നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു എനിക്ക് പഴയ സ്വർണം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് പോളിഷ് ചെയ്യണ്ടായെന്ന്. എന്നാലും രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ സമാധാനം. ഞാനിപ്പോ വിളിച്ചത് എന്താണെന്നറിയോ മോളെ? അച്ഛന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അമ്മേ, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങൾക്ക് പൈസ തരണമെന്ന് കരുതിയതാ. ഞാനൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വർക്കൗട്ടായാ ഞാൻ എന്തായാലും അമ്മയ്ക്ക് വിളിക്കാം. മോളെ സൂക്ഷിക്കണം, പിടി വീണ പിന്നെ അനന്തപുരിയില് നിനക്ക് നിൽക്കാൻ പറ്റില്ല, അത് നീ മറക്കണ്ട. അത് ഞാൻ സൂക്ഷിച്ചേ ചെയ്യൂ അമ്മേ. അങ്ങനെ അനാമിക ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് അനാമിക പ്ലാൻ ചെയ്യുന്നത് മുത്തശ്ശിയുടെ റൂമെന്ന് സ്വർണ്ണം എടുക്കുക എന്നാണ്. മുത്തശ്ശിക്കാണെങ്കിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്, അതിൽ നിന്ന് കുറച്ച് എടുത്തു മാറ്റിയാലും മുത്തശ്ശി അറിയാൻ പോകുന്നില്ല. പിന്നെ പ്രായമായ കാരണം ഓർമ്മക്കുറവുണ്ട്. അങ്ങനെയൊക്കെ കരുതി മുത്തശ്ശിയുടെ റൂം കയറി കുറച്ച് സ്വർണ്ണം എടുക്കാനാണ് അനാമികയുടെ പ്ലാന്. ഇന്ന് തന്നെ ഈ പ്ലാൻ ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ മുത്തശ്ശൻ വീട്ടിലില്ല. അങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന അനി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി അനാമിക പതിയെ എഴുന്നേറ്റ് പുറത്തോട്ട് വരികയാണ്.
നയനയാണെങ്കില് പുതിയ മാലയുടെ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നാളത്തേക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കാനുള്ള കാരണം ഉറക്കൊഴിഞ്ഞായിരിക്കും നയന വരച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ഇത് നമ്മുടെ അനാമിക കാണുന്നുണ്ടായിരിക്കില്ല. അനാമിക പതിയെ നടന്ന് മുത്തശ്ശിയുടെ റൂമിലോട്ട് പോകുന്നത് നയന ശ്രദ്ധിക്കുന്നുണ്ട്. നയനയാണെങ്കില് ശബ്ദം ഉണ്ടാക്കാതെ അനാമികയുടെ പുറകെ പോവാണ്. മരുന്നെല്ലാം കഴിച്ച് മുത്തശ്ശി നല്ല ഉറക്കത്തിലായിരിക്കും. ഇനി എത്ര ഒച്ച ഉണ്ടാക്കിയാലും മുത്തശ്ശി ഉണരില്ല എന്ന് അനാമികയ്ക്ക് ഉറപ്പാണ്. മുത്തശ്ശിയുടെ അലമാര തുറക്കുന്നുണ്ട് അനാമിക. ഇത്തവണ അമ്മയ്ക്ക് ഇവളുടെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ വേഗം തന്നെ ദേവിയാനിയെ വിളിക്കുകയാണ്. ഫോണിലാണ് വിളിക്കുന്നത്. എന്താ എന്താ നയനെ കാര്യം? നീ എന്താ ഉറങ്ങിയില്ലേ? അമ്മേ, അമ്മ ഒന്ന് താഴോട്ട് വരുമോ? അങ്ങനെ ദേവിയാനി താഴോട്ട് വരുന്നുണ്ട്. എന്താ നയനെ, എന്താ കാര്യം? അമ്മ ശബ്ദം ഉണ്ടാക്കല്ലേ, ഞാനമ്മയ്ക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ നയന ദേവിയാനയുടെ കയ്യും പിടിച്ച് മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലാണ്. ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കാണിച്ചു കൊടുക്കാണ്. നയനയാണെങ്കില് മുത്തശ്ശിയുടെ അലമാരയൊക്കെ തുറന്ന് ആമാട പെട്ടിയും തുറന്ന് അതിലുള്ള സ്വർണങ്ങളെല്ലാം എടുത്തു നോക്കാണ്. ഇത് കണ്ട് ദേവിയാനി ഞെട്ടുന്നുണ്ട്. എന്താ നയനെ, ഇവളെന്തേ കാണിക്കുന്നേ? അമ്മേ, അവള് മുത്തശ്ശിയുടെ സ്വർണം മോഷ്ടിക്കുക. ഇതേപോലെ തന്നെയാ എന്നെയും കളിയാക്കിയത്. ആ മാല അവളുടെ അച്ഛനും അമ്മയാ എടുത്തത്. എന്നിട്ട് അവളെ എന്നെ കളിയാക്കിയതാ. പിന്നെ അമ്മ കൊടുത്ത സ്വർണവും അവൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇപ്പൊ തന്നെ എല്ലാവരും വിളിക്ക്. നീ പോയിട്ട് ആദർശിനെ വിളിച്ചിട്ട് വാ. ഇപ്പൊ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് തെറ്റ് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവളിത് മറക്കാനായിട്ട് വേറെ എന്തെങ്കിലും കള്ളത്തരം പറയും. ചെറിയമ്മ അവളെ വിട്ടുകൊടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? തെളിവ് സഹിതം കൈയോടെ പിടിപ്പിക്കണം. അങ്ങനെ അനാമിക മുത്തശ്ശിയുടെ ആഭരണങ്ങളൊക്കെ ആവശ്യത്തിനെടുത്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തൊന്നും ആരുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം അച്ഛന് ഫോൺ ചെയ്യുന്നുണ്ട്. എന്താ മോളെ, കാര്യങ്ങളെല്ലാം ഓക്കെ ആയോ? അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ എന്തോ വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. എന്തായി? അതൊക്കെ ഓക്കെ ആയ അച്ഛാ. എന്തായാലും നാളെ അച്ഛൻ ഇങ്ങോട്ട് വാ. ഞാൻ കൈയോടെ കുറച്ച് സ്വർണം തരാം. ഒരു 10-25 പവൻ കാണും. അത് വിറ്റാലും അച്ഛൻ്റെ കുറച്ച് കടയെങ്കിലും വീട്ടാം. പിന്നെ മൂർത്തി ജ്വല്ലറിയിൽ തന്നെ കൊണ്ടുപോയി വിൽക്കരുത് കേട്ടോ. അന്നത്തെ പോലെ പ്രശ്നമാക്കരുതേ. അന്നാ മാല അവിടെ കൊണ്ടുപോയി വിറ്റ കാരണ ആദർശേട്ടന് സംശയം ഉണ്ടായത്. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് കേട്ട് നമ്മുടെ ദേവിയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുകയാണ്. എല്ലാം ചെയ്യുന്നത് അനാമിക തന്നെയാണെന്ന്. ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിയാതെ അനാമിക സ്വർണമായിട്ട് റൂമിലോട്ട് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം വേണുവും രേവതിയും വരികയാണ്. എന്നാ ദേവയാനി എല്ലാവരെയും നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. കയറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലാണ് ദേവയാനി നിൽക്കുന്നത്. ഈ സമയത്ത് അനാമിക വരുന്നുണ്ട്. അനാമിക അച്ഛനമ്മയും കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മ എന്നൊക്കെ പറഞ്ഞ്. മോൾക്ക് സുഖമല്ലേ എന്നൊക്കെ രേവതി ചോദിക്കാണ്. ആ അമ്മേ, എനിക്ക് സുഖമായിരിക്കുന്നു. ഇതാ മോളെ, ഇത് മോൾക്കുള്ള സാരിയാ. 50,000 രൂപയാ. 50,000 രൂപയുടെ സാരിയോ? എന്തിനാച്ചാ ഇതൊക്കെ വാങ്ങിച്ചേ? മോൾക്ക് എന്ത് വാങ്ങി തന്നാലും അച്ഛന് മതിയാവില്ലാന്ന് മോൾക്കറിയില്ലേ? അങ്ങനെ ജാനകി വരുന്നുണ്ട്. ആഹാ, അനാമിക മോളുടെ അച്ഛനും അമ്മയും എത്തിയോ? ഞാൻ വിചാരിച്ചേ ഉള്ളൂ കുറെ നാളായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്ന്. കണ്ടോ അമ്മേ, ഇതേ അച്ഛൻ വാങ്ങി തന്ന സാരിയാ. 50,000 രൂപയാ. അല്ലെങ്കിലും മക്കളോട് സ്നേഹമുള്ള അച്ഛനമ്മമാര് ഇങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ഇവിടെയും ഉണ്ട് 2 മരുമക്കള്. ഒരു സാധനം കൊണ്ടുവരില്ല വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ജാനകി നയനയെയും നവ്യയെയും അപമാനിക്കുകയാണ്. ഈ സമയത്ത് നയന ദേവിയാനിയോട് പറയുന്നുണ്ട്. അമ്മേ, ഇനിയിപ്പോ ഈ കവറുമായിട്ട് റൂമിലോട്ട് പോവും. പിന്നീട് തിരിച്ചു വരുമ്പോ ആ കവറിൽ നിറയെ സ്വർണ്ണമായിരിക്കും. അമ്മ നോക്കിക്കോ. അമ്മേ വാ, നമുക്ക് റൂമിലോട്ട് പോവാന്നും പറഞ്ഞ് അനാമിക അമ്മയെ വിളിച്ച് റൂമിലോട്ട് പോവാണ്. കൂടെ വേണവും പോകുന്നുണ്ട്. അങ്ങനെ റൂം കയറി അനാമിക സ്വർണങ്ങളെല്ലാം അമ്മയുടെ കവറിലിട്ട് കൊടുക്കാണ്. അങ്ങനെ മുത്തശ്ശിയും എല്ലാവരും ഹാളിലുണ്ടായിരിക്കും. കാര്യങ്ങളെല്ലാം സംസാരിച്ച് വേണുവും രേവതിയും പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കാണ്. കാരണം ഈ സ്വർണവുമായിട്ട് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അമ്മേ, ആ കവറിലെ ഇന്നലെ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് എടുത്ത സ്വർണ, ഇത് അമ്മയുടെ സമയ. അങ്ങനെ ദേവയാനി രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ കവറില്? അത് പിന്നെ വല്യമ്മേ, ഞാൻ അമ്മയ്ക്ക് കുറച്ച് പലഹാരങ്ങൾ കൊടുത്തതാ. പലഹാരങ്ങളോ? ഇതെന്താ കുറച്ചല്ലേ ഉള്ളൂ? കുറച്ച് തോനെ കൊടുക്കണ്ടേ പലഹാരം? ഇത്ര കുറച്ചാണോ കൊടുക്കുക? അത് മതിയെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരല്ലേ ഉള്ളൂ. എന്നാലും അങ്ങനെയല്ല. നീ ആ കവറിങ് താ, ഞാൻ കുറച്ചുകൂടെ ആ പലഹാരങ്ങള് ഈ കവറിലിട്ട് തരാം. വേണ്ട അമ്മേ, വേണ്ട, അത് മതി. രേവതിയും പറയുന്നുണ്ട്, വേണ്ട, എനിക്കിത് മതി. അവള് വേണ്ടാന്ന് പറഞ്ഞപ്പോഴും നിർബന്ധിച്ച് തന്നതാ. എനിക്ക് വേണ്ടാത്തോണ്ടാ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ആ കവറിങ് തന്നേന്നും പറഞ്ഞ് ദേവിയാനി കവറ് വാങ്ങിക്കാണ്. എന്നിട്ട് നിലത്ത് ആ കവറങ്ങ് കൊട്ടാണ്. ഇത് കാണുമ്പോ എല്ലാവരും ഞെട്ടുന്നുണ്ട്. നിറയെ സ്വർണങ്ങളായിരിക്കും.
മുത്തശ്ശനൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്താ ഇത്? ഇതിൽ നിറയെ സ്വർണ്ണാണല്ലോ. എന്താ അനാമികെ, നീ എന്താ സ്വർണ്ണാണോ പലഹാരത്തിന് പകരം പൊതിഞ്ഞു കെട്ടി കൊടുത്തത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അങ്ങനെ അനാമികയുടെയും വേണുവിന്റെയും ഒക്കെ കള്ളത്തരങ്ങള് കൈയോടെ പിടിക്കുകയാണ് എല്ലാവരും. ഇതിന്റെ കണ്ടിന്യൂ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ എല്ലാവർക്കും ബൈ.